ഒരു കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് അങ്ങനെയായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല, അത് ഉപേക്ഷിച്ചു കഴിഞ്ഞില്ലേ? അങ്ങനെ അത് കഴിഞ്ഞല്ലോ, പിന്നെ കഴിഞ്ഞില്ല, ഇനി അത് ഇത് പറഞ്ഞു. സിനിമയുടെ കാര്യമാണ്. അതേസമയം നാടകത്തെക്കുറിച്ചാണെങ്കിൽ ഇത് റിപ്പീറ്റിംഗ് ആയിരുന്നു. ഇത് റിപ്പീറ്റിംഗ് ആണ്. അതൊരു ഭൂതാവേശമാണ്. ഇപ്പോൾ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകം രണ്ടാമത് ഞാൻ തീരുമാനിച്ചപ്പോൾ ഇവർ രണ്ടുപേർക്കും അറിയാം. ഞാൻ അതിനകത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നു, ഇത് തന്നെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പോകുന്നു. വൈകുന്നേരം കൃത്യമായിട്ട് റിഹേഴ്സലിന് പോകും. ചിലപ്പോൾ സിനിമയ്ക്ക് ശേഷം താമസിച്ച് ഷൂട്ടിങ്ങിന് പോകും. നാടകത്തിനകത്ത് അങ്ങനെയല്ല, കറക്റ്റായിരിക്കും, ആ സമയത്ത് അവിടെ എത്തിയിരിക്കും. അതിൻ്റെ മാജിക് ഒന്നും വേറെയാണ്, അതെപ്പോഴും മനസ്സിലാണ്. ഇത് സെൻസ് ചെയ്യാൻ പറ്റാറുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ നടക്കുന്ന ഈ തോട്ട് പ്രോസസ്സ് എന്ന് വെച്ചാൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ചെന്നാൽ ചിലപ്പോൾ ചൂടാവും, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. എങ്ങനെയാണത് അദ്ദേഹത്തിന് അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? മാനറിസംസിലാണോ അതോ ഒരു വേറെ ഒരു കണ്ണിലൊരു എക്സ്പ്രഷൻ്റെ ഡിഫറൻസ് ആണ്? എന്താണ് അത്? പ്രത്യേകം ദേഷ്യം കാണിക്കും. അല്ലാതെ എനിക്കറിയാം, നാടകമൊക്കെ ആയപ്പോൾ അത് വായിക്കുകയും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ശല്യം ചെയ്യാറില്ല. മോൾക്കാണെങ്കിലും നമുക്ക് എങ്ങനെയാണ് അത്? നമ്മൾ രണ്ടുപേർക്കും അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു അച്ഛൻ ആ നാടകം ചെയ്യുന്നതിന്റെ അന്ന് രാവിലെയുള്ള അച്ഛൻ്റെ പ്രത്യേകതകൾ? ടെൻഷനായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് അനുഭവപ്പെടുന്നേ ഇല്ലല്ലോ. എവിടെ ടെൻഷൻ ഉണ്ടോ അച്ഛന്? നാടകം ഇത്രയും പേരുടെ മുമ്പിൽ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു അല്ലേ, അത് നന്നാക്കണം എന്നുള്ള? 18 വർഷം മുമ്പ് ലങ്കാലക്ഷ്മി ചെയ്യുമ്പോൾ ഇവിടെ ഈ ആയുർവേദ കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് ചെയ്യുന്നത്, ഓപ്പൺ എയറിലാണ് ചെയ്യുന്നത്. അത് ഏതാണ്ട് 2 മണിക്കൂറൊക്കെ ആയിട്ടാണ്. വളരെ സ്ട്രെയിൻ എടുത്ത് ഒരു വലിയ ഫുൾ ലെങ്ത് പ്ലേ ആയിട്ട് ചെയ്തതാണ്. ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വെച്ച് വളരെ രസകരമായി ചെയ്ത ഒരു വലിയ പരീക്ഷണമായിരുന്നു പാർവതി. അത് രസകരമായ പരീക്ഷണമായിരുന്നു. അന്ന് ഈ രാവണനെ 2 മണിക്കൂർ നീണ്ട കഥാപാത്രത്തിൽ ഒരുപാട് കലാശങ്ങളും ഒക്കെ ആയിട്ട് ചേർത്ത് പ്രവേശിക്കുന്നതിന് എങ്ങനെയൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു മണിക്കൂറായിട്ട് 1 മണിക്കൂർ 10 മിനിറ്റ് ആയിട്ട് പിന്നെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് വിളിച്ചത് ഫീൽ ചെയ്തത്? ഭയങ്കര വ്യത്യാസം വന്നു. അത് എനിക്കിത് ഒരു കൃത്യമായ കാര്യകാരണ ബന്ധമൊന്നും പറയാൻ അറിഞ്ഞൂടാ. ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതായിരുന്നു അതിലത്തെ പ്രശ്നം. ഇതിൻ്റെ ഒരു നിമിത്തമായത് അയ്യോക്കണീര് സാറാണ്. CN ദിനത്തിന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരു 2 പാസേജ് ഒന്ന് പറഞ്ഞിട്ട് പോകുന്ന രീതി ചെയ്യേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ എങ്ങനെ ചെയ്യും എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ആധികാരികമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും മുദ്രകൾ അറിയില്ലെങ്കിലും കഥകളിയും കൂടിയാട്ടവും കണ്ടതിൻ്റെ ഒരു സംസ്കാരം ഉണ്ട് എനിക്ക്. അമ്മൂമ്മയുടെ കൂടെ പോയി കണ്ട. അല്ല, അതിനുശേഷം തിരുവനന്തപുരത്തോട്ട് ഞാൻ കൃഷ്ണനാരാശാൻ്റെ, ഗോപിയാശാൻ്റെ, കോട്ടയ്ക്കൽ ശിവരാമനാശാൻ്റെ അവരുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. അവരുടെ ഏറ്റവും ഉജ്ജ്വലമായ വേഷങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ട്. അതുപോലെ കൂടിയാട്ടവും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു അഭിനേതാവിൻ്റെ ഏറ്റവും പ്രധാന സംഗതി കൂടിയാട്ടം കാണുക എന്നുള്ളത് തന്നെയാണ്. അത് കണ്ടത് മനസ്സിലാക്കണം. അങ്ങനെയാണ് അതിൻ്റെ. അതേപടി ഇത് ആവർത്തിക്കാനല്ല ഇത്. അതിൻ്റെ കൾച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സിറ്റുവേഷനെയും ധൈര്യമായിട്ട് നേരിടാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ ഈ വിളക്കിനെ നോക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ലങ്കാലക്ഷ്മി ചെയ്തപ്പോൾ ഉള്ളൊരു സംഗതിയാണ് ഈ വിളക്ക് എന്ന് പറയാൻ സീത എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ ഈ വിളക്കിനെ ഇങ്ങനെ നോക്കിയിട്ട് ഇയാൾക്ക് സീതയോടുണ്ടാവുന്ന വളരെ ഉത്കടമായിട്ടുള്ള ഈ വികാരങ്ങൾ ഇയാൾ ഇങ്ങനെ പ്രതിഫലിപ്പിക്കുകയാണ്. ഒരു വാചകം മാത്രം പറയാം, അത് പ്രേക്ഷകർക്ക് അപ്പോൾ മനസ്സിലാവും ഇത് സീതയാണ്. അതുപോലെ മണ്ഡോദരി അപ്പുറത്ത് വരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് എൻ്റെ സ്ട്രക്ചർ മാറ്റേണ്ടി വന്നു. അപ്പോൾ ലങ്കാലക്ഷ്മിയുടെ ഘടനയിൽ എൻ്റേതായ ഒരു മാറ്റം വരുത്തുകയും അതേസമയം ഒരക്ഷരം പോലും CN എഴുതിയതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർത്തിട്ടേ ഇല്ല. ഒരക്ഷരം പോലും കൂട്ടിച്ചേർത്തില്ല, സൗകര്യത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അത് അതിൻ്റെ ഒരു മാറ്റം? അതിൻ്റെ പ്രത്യേക സിറ്റുവേഷൻ ഇത് തുടങ്ങുന്നു. രാവണൻ ഇരിക്കുന്നു സിംഹാസനത്തിൽ. രാവണന് യാതൊരു സംശയവുമില്ല വിജയത്തെക്കുറിച്ച്. കളിയാക്കുകയാണ് ബാക്കി. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഒരു പ്രത്യേക ഇപ്പോൾ കുറച്ച് കളരി ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് ആദ്യം പോയിട്ടാ. അപ്പോൾ ഈ കൂടിയാട്ടത്തിലൊരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം ശിവനായിട്ടിരിക്കുന്ന ഒരു മുദ്ര കാണിച്ചിട്ട് ശിവനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ശിവനിൽ നിന്ന് പാർവതിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ തുണിയുടെ ഒരു അറ്റം ഇങ്ങനെ മാറ്റി ആ ഇരിക്കുന്നതിൻ്റെ ഒരു ഇതും നോട്ടത്തിൻ്റെ ഒരു ഇതും വരുമ്പോഴത്തേന് ആ കഥാപാത്രം പാർവതിയാകും. അതാണ് പകർന്നാട്ടം എന്ന് പറയുന്നത്. ഒരാൾ പലതായി പകരുക. ആ ഒരു സങ്കേതമാണ് ഇതിൽ ഉപയോഗിച്ചത്. അതിനകത്തിപ്പോൾ രാവണനുണ്ട്, കുംഭകർണനുണ്ട്. കുംഭകർണനെ അവതരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇയാൾക്ക് ഉറക്കം തൂങ്ങിയാണ്, ആജാനബാഹുവാണ്. ഇതെങ്ങനെ അവതരിപ്പിക്കും? അപ്പോൾ അതിന് വേറൊരു സ്ട്രക്ചർ കണ്ടുപിടിക്കേണ്ടി വരും. നമ്മുടെ അമ്പലത്തിലെ കൊടിമരം പോലൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഇയാൾ അതിനകത്തേക്ക് കയറി. അത് തന്നെ പിന്നെ നികുമ്പിലയാവുന്നു. അതങ്ങനെ പറഞ്ഞാൽ അത് കണ്ടാലേ അത് ശരിയാവും. പക്ഷെ ആ നാടകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം അതായിരുന്നു. ആ കുടവുണ്ട്, ആ കുട ഉറക്കറയും നികുമ്പലയും ഒന്നിച്ച് ആയി മാറുന്നൊരവസ്ഥ അതിമനോഹരമായിരുന്നത്. പിന്നെ പലതും ഉദാഹരണത്തിന് ഇയാൾ വാള് കാണുമ്പോൾ ഇയാളുടെ ഒരു പെരുക്കലുണ്ട്. ആ പെരുക്കൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ
ലവണാസുരവധത്തിൽ ഹനുമാൻ്റെ ഒരു പെരുകളുണ്ട് ചെയ്യുന്നത്, വിശ്വരൂപം കാണിക്കുന്നത്. അത് വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ പെരുകുകയാണ് ഇയാൾ. പിന്നെ ഈ ഭാര്യയ്ക്കും കാമുകിക്കും ഇടയ്ക്കുള്ള ഇയാളുടെ ഒരു പിടപ്പുണ്ട്. മണ്ടോദരി ഊത്തേറ്റ് കിടക്കുന്നു, സീത ഇപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കുന്നു, അതിനിടയ്ക്കുള്ള ഈ നോട്ടങ്ങളും അതൊക്കെ കഥകളി അതുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ദിവസവും ഞങ്ങൾ റിഹേഴ്സലിന് ഒത്തുകൂടും, ഞാനും ചന്ദ്രൻ എന്ന് പറയുന്ന മ്യൂസിക്, സുനിൽ. എന്നിട്ടിതിങ്ങനെ ചെയ്ത് വരിക. അത് എങ്ങനെ അതിൻ്റെ ഒരു ടോട്ടൽ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നിങ്ങളോടും പറയാൻ പറ്റില്ല, ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല. കാരണം വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് പോരും, രാത്രി ചെല്ലും. അതിനകത്ത് മുരളിയേട്ടൻ ശബ്ദത്തിന്റെ സാധ്യതകളും ഉപയോഗിച്ചിരുന്നു. ഉണ്ടായിരുന്നു. കൂർക്കമ്പലിയും ശ്ലോകവും. അപ്പോൾ അത് ഒരു ആക്ട്രസ് സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്ലേ തന്നെയാണ്. പിന്നെ വേറൊന്ന്, ഈ 18 വർഷത്തിന് മുമ്പ് 10-25 പേരുള്ള ഒരു നാടകസംഘം ചെയ്യുമ്പോൾ രാവണനായിട്ട് അഭിനയിക്കുന്ന എനിക്ക് ശ്വാസം വിടാനുള്ള സമയം കിട്ടും. മറ്റേ കഥാപാത്രം ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അത്രയും സമയം നമ്മൾ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള സംഗതികൾ നടന്നു പോകുമല്ലോ. ഇതിലൊരു സെക്കൻഡ് കിട്ടില്ല. നീ അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ 1, 2 എന്ന് പറയുമ്പോൾ അടുത്ത ക്യാരക്ടറായി മാറണം. അപ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റ് എന്ന് പറയുന്നത് ഈ ബോഡിയും ശബ്ദവും മനസ്സും വല്ലാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ ഞാൻ പറയുമായിരുന്നു, സെൽഫോൺ നിർബന്ധമായി ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു ശീലമായിട്ടുണ്ട്. പിന്നെ ബഹളങ്ങളുണ്ടാവരുത്, കാരണം അപ്പോൾ അത് കോൺസെൻട്രേഷൻ പോകും. ഒരു സെക്കൻഡ് പോലും ഒരു സെക്കൻഡ് പോലും. ഇതിനു വേണ്ടി എന്തെങ്കിലും തയ്യാറെടുപ്പ്, അതായത് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, യോഗ ചെയ്യുക, ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? പാർവതി വലിയ പ്രശ്നത്തിൽ അങ്ങനെ എന്നുവെച്ചാൽ സിനിമയിലെ ഒരു ജീവിതശൈലി വളരെ വ്യത്യാസമാണ്. അപ്പോൾ അത് പിന്നെ ഇത്രയും നാളെ സിനിമയുടെ ഒരു സെറ്റിലെയും അവിടുത്തെ ഭക്ഷണ രീതിയുടെയും ബഹളത്തിൻ്റെയും ഉച്ചയുടെയും ഒക്കെ ഒരു ലോകത്ത് നിന്ന് വീണ്ടും ആ ഒരു ഇത്രയും കോൺസെൻട്രേഷൻ ഉള്ള ഒരു ലോകത്തേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഒരാളിൻ്റെ സ്വകാര്യ ലോകം സൂക്ഷിക്കേണ്ടത് അവനവൻ തന്നെയാണ്. അത് ബാക്കി എന്ത് വേണം ഉണ്ടായാലും നമ്മളത് ശ്രദ്ധിക്കുക. അപ്പം ചെറിയ ചില വ്യായാമ പദ്ധതികൾ ഞാൻ മിക്കവാറും ചെയ്യാറുണ്ട്. അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. ഇല്ല, എൻ്റെ വെബ്സൈറ്റിലുണ്ട് ഞാൻ ചെയ്യുന്നത്, സൂര്യ നമസ്കാരം ചെയ്യുന്നതിൻ്റെ. സൂര്യ നമസ്കാരം അത് ഇപ്പോഴൊന്നുമല്ല, പണ്ട് തുടങ്ങിയതാണ്. ആണല്ലേ?